പത്തനംതിട്ടയെ വീണ്ടും ഭീതിയിലാഴ്ത്തി കടുവ. വയ്യാറ്റുപുഴ വില്ലോന്നിപ്പാറയിൽ കടുവ കിണറ്റിൽ വീണോ എന്നുള്ളൊരു വിവരമുണ്ട്. അത് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണുന്നത്. CK അഭിലാൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഇത് ഏതാണ് സ്ഥലം കൃത്യമായി പറഞ്ഞാൽ? എപ്പോഴാണ് കിണറ്റിൽ കടുവ വീണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞത്, മനസ്സിലാക്കിയത്? പുറത്തെത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങിയിട്ടുണ്ടോ? കോന്നി നിയോജകമണ്ഡലം പരിധിയിൽ വരുന്ന കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് വില്ലോന്നിപ്പാറ. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്നും ഏറെക്കുറെ 40 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. ഇവിടെ കൊല്ലംപറമ്പിൽ സജീവൻ എന്ന ആളുടെ വീടിനോട് ചേർന്ന കിണറ്റിലാണ് കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. ആൾമറയില്ലാത്ത കിണറായിരുന്നു. ഏറെക്കുറെ 15 അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ അത്യാവശ്യം വെള്ളവുമുണ്ട്. എന്നാൽ കടുവ അവിടെ തലയടക്കമുള്ള ഭാഗങ്ങൾ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. രാവിലെ 6:30 ഉണർന്നെഴുന്നേറ്റ് സജീവൻ കിണറ്റിൽ നിന്നും അസാധാരണമായ ശബ്ദം കേൾക്കുകയായിരുന്നു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് കടുവയെ കിണറ്റിൽ കണ്ടിട്ടുള്ളത്. മോട്ടോർ വെച്ചിട്ടുള്ള കിണറാണ്. വല മാത്രമാണ് ഉപരിതലത്തിൽ ഉണ്ടായിരുന്നത്. കടുവ നാട്ടിലിറങ്ങിയ കടുവ ഈ ഭാഗത്തുകൂടി പോയപ്പോൾ കിണറാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വീണു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റാന്നിയിൽ നിന്നും RRT സംഘങ്ങൾ കൂടി അവിടേക്ക് എത്തും. സാമാന്യം ആരോഗ്യമുള്ള കടുവയാണ് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അതിനാൽ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാതെ തിരിച്ചു കയറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് അധികൃതർ വിദഗ്ധരായ ഡോക്ടർമാരുടെ സഹായം തേടിയിട്ടുണ്ട്. ഇതിനെ മയക്കുവെടി വെച്ച ശേഷം വലയിൽ ഉൾപ്പെടുത്തി പുറത്ത് എത്തിച്ച് നിരീക്ഷിച്ച ശേഷം വനത്തിൽ തുറന്നു വിടാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒളികളിനോട് ചേർന്ന പ്രദേശത്ത് കൂട്ടിൽ കടുവ അകപ്പെട്ടത്. ശരി, ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലൂന്നിപ്പാറയിലാണ് കടുവ കിണറ്റിൽ വീണത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.